എന്തോ ഹായ് ഗായ്സ്, അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് തൈപ്പൂയത്തിന് പോയ അന്നത്തെ ദിവസത്തെ വ്ളോഗാണ്. അന്ന് വൈകിട്ടാണ് ഞാനിതുപോലെ എണ്ണയൊക്കെ തേച്ച്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോകണമെന്ന് വിചാരിച്ചേ അല്ല. ലാസ്റ്റ് മിനിറ്റത്തെ ഒരു തീരുമാനമായിരുന്നു പോകണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് ഹെയർ കെയറോ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നങ്ങനെ തോന്നി. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഷാമ്പൂ ചെയ്തിട്ടും വലിയ സ്മെല്ല് പോകുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ലേറ്റായി. അപ്പോഴത്തേക്കും കാവടിയൊക്കെ ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ കുറച്ച് ട്രാഫിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ പോയി. ഞാൻ ജോലിക്കൊക്കെ കയറിയതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ഈ അന്നത്തെ പൂയത്തിന് പോകുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് അച്ഛനൊഴികെ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. പിന്നെ ഇങ്ങനെ സൈഡിൽ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ഈ കമ്മലിൻ്റെ കടയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. പോലീസിനെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതുപോലത്തെ കുറേ കടകളാണ് അവിടെ കൂടുതലും ഉള്ളത്. ഈ ഒരു ടോയ്സ് ഒക്കെ 100 രൂപയുള്ളൂ. അവിടെ ചൂട് ഭയങ്കരമായിട്ട് എനിക്ക് അങ്ങോട്ട് വിയർക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ആ ഒരു കാവടിയൊക്കെ ഇങ്ങ് മുൻപിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഞാൻ പണ്ട് കണ്ടതാ, കുറേ വർഷത്തിന്, ഒരു 4-5 വർഷത്തിന് മുന്നേ കണ്ടതാ. ക്ലാസ്സും പിന്നെ അത് കഴിഞ്ഞ് ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കാണുന്നത്. അന്ന് ലാസ്റ്റ് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ തെയ്യം പോലുള്ള സംഭവങ്ങളൊന്നും കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഈ തെയ്യമൊക്കെ അവിടുന്ന് ദൂരെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ സംഭവം വരുന്നത് കാണുന്നത്. കുറേ പേര് ഫോട്ടോ എടുക്കാനും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ കൂടെ നല്ല ക്ഷമയോടെ അവർ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇത്ര നേരമാണ് ഈ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കേണ്ടതല്ലേ. അപ്പോൾ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പോസ് ചെയ്ത് തരികയും അവിടെ കുറേ നേരം നിന്ന് തരികയൊക്കെ ചെയ്യും. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് തെയ്യം കാണുമ്പം എവിടെ ഉള്ളിൻ്റെ ഉള്ളൊരു പേടി പോലെയുള്ളൊരു ഫീലുണ്ട്. അത് എനിക്ക് മാത്രമേ ഉള്ളൂ, അത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് ഫേസ് കാണുമ്പോൾ എന്തോ ഒരു പേടി പോലെ തോന്നാറുണ്ട് ചില സമയത്ത്. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ, കാന്താര പോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ എന്തോ ഒരു, എനിക്ക് ഒറിജിനൽ തെയ്യം ഒക്കെ കാണണമെന്നുണ്ട്. നമ്മൾ കണ്ണൂരൊക്കെ ഉള്ള തെയ്യം, പടയണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേരിട്ട് കാണണമെന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോഴത്തേക്കും കാവടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ബാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടായിട്ട് കാണുന്നത്. എനിക്ക് അന്നത്തെ ഓർമ്മയില്ല, ഇത്രയും നാളായില്ലേ. പാട്ടൊക്കെ വെച്ച് ആൾക്കാരൊക്കെ ഭയങ്കര വൈബ് അടിച്ച് വരുന്നുണ്ടായിരുന്നു. ഞാൻ പാട്ട് ഇടുന്നില്ല, ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയാലോ. തീരുന്നാളെ ആ സാധനമായിരുന്നു. സംഭവം എന്തായാലും കൊള്ളാം. നല്ല തിരക്കായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു സമയത്ത് തൈപ്പൂയതിൻ്റെ സമയത്ത് റോഡ് ഫുള്ള് നിറഞ്ഞിരിക്കുമായിരിക്കും. ട്രാഫിക്കൊക്കെ ഭയങ്കര സീനായിരിക്കും. ഈ വഴി കൂടെ ഏതെങ്കിലും കാറൊക്കെ പോയി അവർ പെട്ടുപോകും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു നടന്നു. അവിടെ ആ ഓറഞ്ച് കളറിലെ സംഭവം കിടക്കുന്ന കണ്ടില്ലേ, ഈ സാധനം കാവടി തുള്ളുമ്പോഴത്തേക്കും ഫുള്ള് പറന്ന് താഴേക്ക് വീഴുന്നതാണ്. ഈ സാധനം ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചോറുണ്ടായിരുന്നു, കറിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കറി ഉണ്ടാക്കാമെന്ന്. സംഭവം മെനക്കെട്ട പരിപാടിയാണ്. ജസ്റ്റ് 11:30 ആയിട്ടുള്ളൂ രാത്രിയിൽ, അത്ര സമയമല്ലേ ആയുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരിപാടിയെല്ലാം കഴിഞ്ഞ് അയ്യോ, എൻ്റെ മനസ്സൊന്നും സമ്മതിക്കണമല്ലേ അത്രയും നടന്നു വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട്. എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. ഈ ഒരു അടപ്പ് വെച്ച് അടച്ചും വെച്ച് പോയി പിന്നെ എടുക്കണ്ടേ. പിന്നെ അവസാനം ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് എടുത്തു. അയ്യോ, ആ ബുദ്ധി അപ്പം പോയില്ലായിരുന്നേ, ഞാനത് എങ്ങനെ ഇളക്കി പറിച്ചെടുത്താന്. പിന്നെ അങ്ങനെ ക്യാബേജ് തോരനൊക്കെ റെഡിയായി. ഞാൻ അതും തൈരും കൂട്ടി കഴിച്ചു. ഓ, സമാധാനമായി. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ലൈഫിൽ. എനിക്കെന്തോ എന്തോ നീ എന്ത് തേങ്ങയാടി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്ന കാര്യം.